guys, welcome back to my YouTube channel. Exam application submission. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറിയ സമയത്ത് എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു അത്. അതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ കയറി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ എക്സാം ആപ്ലിക്കേഷൻ സബ്മിഷൻ ടൈം ആവും. അതായത് എക്സാം എഴുതാനായിട്ട് നമ്മൾ, അതായത് ഡി യുല് നമ്മൾ ഫസ്റ്റ് ഇയർ ആയിട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ആയിട്ട് എപ്പോഴും ഉണ്ടാവും, തേർഡ് ഇയർ ആയിട്ട് കയറുമ്പോൾ നമ്മൾ ഡി യുല് ആസ് സ്റ്റുഡന്റ് കയറുമ്പോൾ നമ്മുടെ ആ ഇയറിലുള്ള ആ സെമ്മിലെ എക്സാം എഴുതാനായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ വെക്കണം. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ സബ്ജക്ട്സ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ആ സെമ്മില് ആ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ആ സെമ്മില് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ സബ്മിഷൻ ഒരു എൻഡ് ഡേറ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ അറിയില്ല. എക്സാം ആപ്ലിക്കേഷൻ വെക്കണം എന്ന് നമ്മൾ അറിയില്ല, ഒരു ഡേറ്റ് ഉണ്ട് നമ്മൾ അറിയില്ല, ഈ ഡേറ്റ് തുടങ്ങിയത് നമ്മൾ അറിയില്ല, അത് അവസാനിക്കണം നമ്മൾ അറിയില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത്. കാരണം നമ്മുടെ അടുത്ത് ബേസിക്കലി ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യം കൂടിയാണ്. കാരണം ഒബ്വിയസ്ലി ഓരോരുത്തർക്കും അവരെ ഭയങ്കര ബിസി ലൈഫ് ആയിരിക്കും. അപ്പം നമുക്കും കൂടി ഓൾറെഡി ഇത് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നു. നമുക്കായിരിക്കും ഇത് അറിയാത്തതെന്നും എനിക്ക് തോന്നുന്നു. അപ്പോൾ എക്സാം ആപ്ലിക്കേഷൻ വെക്കണം. ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ വെക്കുക. നമ്മുടെ സമർത്ഥത്തിൽ പോവാ, നമ്മുടെ കാണിച്ചത് നമ്മൾ സമർത്ത്.ൽ പോവാം. നമുക്കൊരു നമ്പർ കിട്ടും. എന്താണ് ആ നമ്പർ പറയാ? എക്സാമിനേഷൻ നമ്പറും കിട്ടും, അതേപോലെ വേറൊരു ഈ നമ്പറും കിട്ടും. എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കണം. ഈ ഒരു നമ്പറും കിട്ടും. നമ്പറാണെന്ന് തോന്നുന്നു. ഇവിടെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് നമ്മൾ OTP വരും. OTP ഒക്കെ അടിച്ചു കൊടുത്തിട്ട് കയറാം. അങ്ങനെ അവിടെ നമ്മളിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കാണും. ഇവിടെ എക്സാംസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ പ്രോഗ്രാം നമ്മളുടെ ഏതാ കോഴ്സ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഏതൊക്കെ പേപ്പറാണോ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പേപ്പറൊക്കെ എല്ലാത്തിൻ്റെയും ഓരോരോ പേപ്പറിനും ഓരോരോ നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ അവിടെ വെച്ചിട്ട് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സബ്ജക്ട്സ് നമ്മൾ എഴുതി വെക്കാം. എന്നിട്ട് ആ സബ്ജക്ട്സ് അതിൽ തപ്പാം. ഓക്കെ, എന്നിട്ട് ആ പേപ്പർ കോഡ് നമ്മൾ അതിൽ തപ്പാം. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു സംഭവമാണത്. എന്നിട്ട് നമ്മൾ ഫീസ് അടയ്ക്കണം. ഒരു 1000 സംതിങ് ഒക്കെ വരുള്ളൂ. 1000, 3000 അതിൻ്റെ ഒക്കെ പിറ്റിനായിട്ടേ വരുള്ളൂ. ഫീസ് നമ്മൾ ഈ കയറിയപ്പോൾ ഒരു ഫീസ് അടയ്ക്കണില്ലേ, ആ ഫീസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫീസ് കോളേജിലുണ്ടെങ്കിൽ അത് ഈ ഫീസ് അയക്കാം.